ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് പ്ലാന്റ്സ് എടുക്കാൻ തന്നെ പോവാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു റെഡിൻ്റെ ഷെയ്ഡായ ബർഗണ്ടി കളർ മാത്രമേ എടുക്കുന്നുള്ളൂ. ബർഗണ്ടി കളറുള്ള പ്ലാന്റ്സ് മാത്രം ഹണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ലെറ്റ്സ് സീ എനിക്ക് ഏതൊക്കെ പ്ലാന്റ്സാണ് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ ദേ എനിക്കിവിടെ ആദ്യത്തെ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ പ്ലാന്റ് റിയോ ആണ്. റിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചത് ഇവിടെ നിന്നിട്ട് അങ്ങറ്റം വരെയുണ്ട്, കണ്ടില്ലേ? റിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റിയൊരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ്. പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇൻഡോർ വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. വലിയ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതേ കണ്ടില്ലേ, ഇവിടെ ആണെങ്കിൽ വളങ്ങളോ ഒന്നും ഇതിന് കിട്ടുന്നില്ല. എന്നിട്ട് എത്ര നന്നായിട്ടാണ് ഒരുപാട് വളർന്ന് നിൽക്കുന്നത്. പിന്നെ ഈ പ്ലാന്റിന് വലിയ കെയറിൻ്റെ ആവശ്യമില്ല. ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് അങ്ങറ്റം വരെ നിൽക്കുന്നുണ്ട്. ഒത്തിരി ഉണ്ട് ഇവിടെ. ഇത് പുറമേ നോക്കുമ്പോൾ ഗ്രീൻ കളറാണുള്ളത്, പക്ഷേ ഇതിൻ്റെ ഇലേൻ്റെ സൈഡിൽ, ഇലേൻ്റെ അടിയിലാണ് ഇതിൽ ബർഗണ്ടി ഷെയ്ഡ് വരുന്നത്. ബർഗണ്ടിയിൽ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിന് വരുന്നത്. ഇത് കണ്ടില്ലേ? പക്ഷേ റിയോന് പർപ്പിൾ ഷെയ്ഡ് മാത്രം വരുന്ന വേറൊരു ടൈപ്പ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഇത്രയും പ്ലാന്റ്സിനെയാണ് എടുത്തത്. ഇനിയും ഇവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്ലാന്റിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പ്ലാന്റ് നോക്കാം. അടുത്തത് റോഡ് സൈഡിലൊക്കെ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ഒരു ബർഗണ്ടി, കറക്റ്റ് ബർഗണ്ടി ഷെയ്ഡ് വരുന്നൊരു ചെടീനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ ഇല കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഒരു ഗ്ലേസിങ് ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലായിടത്തും കാണാൻ പറ്റും കേട്ടോ. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് വളർന്ന് നിൽക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ ഇലച്ചെടികളൊക്കെ ഒരുപാട് നഴ്സറിയിൽ നിന്ന് വാങ്ങി വെക്കാറില്ലേ വീട്ടിലൊക്കെ. അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ളൊരു ഇലച്ചെടിയാണ്. അപ്പോൾ ഇത് എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് കുറച്ച് അപ്പുറത്തേക്ക് എത്തിയപ്പോൾ അതേ കളറുള്ള ഒരു ഇലേനെ കിട്ടി. പക്ഷേ കുറച്ചുകൂടി വലിയ ഇലയാണുള്ളത്. എനിക്കറിയില്ല രണ്ടും സെയിം ആണോ എന്ന്. പക്ഷേ അതിൻ്റെ അടുത്തായിട്ട് തന്നെ മറ്റേ ചെടി നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇലയൊക്കെ നാരോ ആണ്. വലിയ ചെടി തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഇല നാരോ ആയിട്ടാണ് ഉള്ളത്. പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ ചെടിക്ക്. ഞാൻ നേരത്തെ എത്തില്ലേ, ആ ചെടി തന്നെയാണ്. നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. ഒരു വൈറ്റ് കളർ പൂക്കളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ എന്തായാലും മറ്റേ വലിയ ഇലയുള്ള ചെടിയുടെ എടുക്കുവാണ്. ഇനി അടുത്ത് ഏത് ചെടിയാണ് കിട്ടുന്നതെന്ന് നോക്കാം. അടുത്ത് ഞാൻ ഇവിടെ ഒരു മെറൂൺ കളറുള്ള ഒരു ചെടിയുടെ അടുത്ത് തന്നെയാണ് എത്തിയേക്കുന്നത്. ഇത് കോഴിപ്പൂ കായ്ക്കുന്ന ചെടിയാന്ന് തോന്നുന്നു. ഒരുപാട് ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന കാണാൻ ഇവിടെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂക്കളുടെ കളർ വന്നിട്ട് ഒരു പിങ്ക്, ഒരു ഡാർക്ക് പിങ്കും അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ചെടിയും എടുത്തു. അടുത്തിനി എനിക്ക് ഏത് ചെടിയാണ് കിട്ടുകയെന്ന് നോക്കാം. എനിക്കിത് ഇവിടെ അടുത്തായിട്ട് മുറിക്കൂടി എന്ന് പറഞ്ഞൊരു ചെടീനെ കിട്ടിയിട്ടുണ്ട്. മുറിക്കൂട്ടി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ റെഡ് ഫ്ലെയിം ഐവി എന്നാണ് പറയുന്നത്. ഇതിനെ മിറാക്കുലസ് വൂണ്ട് ഹീലർ എന്നൊക്കെ പറയും. അതായത് ഇതിൻ്റെ ചാറ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കയ്യോ കാലോ മുറിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചെടി ഒരല്പം എടുത്തു. ഇതിൻ്റെ ഇലയും നമ്മുടെ റിയോനെ പോലെ അതിൻ്റെ പുറത്തൊരു സിൽവർ കളർ പോലെ വന്നിട്ട് അതിൻ്റെ അടിയിലാണ് മെറൂൺ കളർ, അതായത് ബർഗണ്ടി ഷെയ്ഡ് വരുന്നത്. നമ്മുടെ വീട്ടിൽ വേണ്ട ഒരു അത്യാവശ്യം വേണ്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. നമ്മുടെ ലാസ്റ്റ്, അതായത് ബർഗണ്ടി ഷെയ്ഡ് വരുന്ന ഹണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് ചെടിയാണിത്. ഇതൊരു ടൈപ്പ് ഓഫ് ഡ്രസീനയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇത് കോഡിലൈൻ ഫ്രൂട്ടിക്കോസ എന്ന് പറയുന്ന ഒരു ഡ്രസീനയാണ്. ഡ്രസീന മഹാത്മയുടെ ഒരു ടൈപ്പാണിത്. ഇതിന് മെറൂൺ കളർ വരുന്നത്, അതായത് ബർഗണ്ടി ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ സ്റ്റെമ്മിനും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ലീഫിൻ്റെ സ്റ്റാർട്ടിങ്ങിലുമാണ് മെറൂൺ കളർ ഉള്ളത്. ഡ്രസീന മാത്രം ഹണ്ട് ചെയ്യുന്നൊരു വീഡിയോയിൽ ഞാൻ ഈ പ്ലാന്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും പ്ലാന്റ്സിനെയാണ് എടുത്തത്. ഈ ചെടികളെല്ലാം ഇല്ലെങ്കിലും കുറച്ചൊക്കെ നിങ്ങളുടെ പരിസരത്ത് ഉണ്ടാവുന്ന ചെടികളായിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.